ഇപ്പോൾ CPM നേതാവ് കെ അനിൽകുമാർ മീഡിയ വണിനൊപ്പം ചേരുകയാണ്. ശ്രീ അനിൽകുമാർ, ഇവിടെ CPIയുടെ എതിർപ്പ് PM ശ്രീയിൽ ചേരുക എന്നുള്ളതിൽ നേരത്തെ തന്നെ എതിർപ്പ് ശക്തമായി തന്നെ പ്രകടിപ്പിച്ചതാണ്. പക്ഷേ ഇപ്പോൾ CPIയുടെ എതിർപ്പ് പരിഗണിക്കേണ്ടതേയില്ല എന്നാണോ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചുള്ളത്? മുന്നണിയിൽ CPM അതുമായി മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കേണ്ടത്? ഇല്ല, CPM ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ ഒരു പരിപാടിക്കും സാധ്യമല്ല. സംസ്ഥാന സർക്കാരാണ് അക്കാര്യത്തിൽ ആലോചിച്ച് നിലപാട് സ്വീകരിക്കുക. ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയിൽ കേരളം ഒന്നാം സ്ഥാനത്താണ് എന്ന കാര്യത്തിൽ ഒരാൾക്ക് അഭിപ്രായവ്യത്യാസം ഉണ്ടാവാനിടയില്ല. രാജ്യ മാതൃക കേരളമുണ്ട്. അങ്ങനെ വികസിച്ചു വരുന്ന കേരളത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ ഇനി ഫണ്ട് നൽകില്ല എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നയം. ആരോഗ്യ മേഖല ഒന്നാം സ്ഥാനത്താണ് കേരളം. നിങ്ങൾക്ക് ഈ ഫണ്ട് തരില്ല, നിങ്ങൾ വികസിച്ചു കഴിഞ്ഞു. അപ്പൊ കേരളത്തിന് പുതുതായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കോ പുതിയ കാര്യങ്ങൾക്കോ കൈകാര്യം ചെയ്യാൻ ആവശ്യമായ കേന്ദ്ര പദ്ധതിയിലൂടെ കിട്ടില്ല. അല്ലെങ്കിൽ കേന്ദ്രം നമുക്ക് നൽകുന്ന അർഹതപ്പെട്ട വിഹിതത്തിൽ അതിന്റെ പരിഗണന ഇല്ല. ഇതിന്റെ ഭാഗമായ കനത്ത തിരിച്ചറികളിലൂടെയാണ് കേരളത്തിൽ സമ്പദ് വ്യവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് കഴിഞ്ഞ 2 കൊല്ലമായി ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും കോടികളുടെ ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നത്. ആരോഗ്യ മേഖലയിൽ നമുക്കറിയാം, ചില സർജറി ഉപകരണങ്ങൾ, ടെന്റുകളൊക്കെ തന്നെ ലഭ്യമാക്കുന്നതിനുള്ള കരാറുകളുള്ള കമ്പനിക്കാർക്ക് പണം കൊടുക്കാൻ ബാക്കി വരുന്നു. 10,600 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചപ്പെട്ടതിന്റെ ഭാഗമാണ് നമുക്ക് നിഷേധിക്കപ്പെട്ടുള്ളത്. ഓരോരോ കാര്യം പറഞ്ഞ് തടയാൻ നോക്കുക. ഇത് ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമല്ല. ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകൾ. പക്ഷെ അങ്ങനെ പണം തടഞ്ഞു വെക്കുന്നത് അതൊരു കേന്ദ്രത്തിന്റെ സമ്മർദ്ദമായിരിക്കാം. പക്ഷെ ആ സമ്മർദ്ദത്തിന് വഴങ്ങി കൊടുക്കേണ്ടതുണ്ടോ? അതെ, അതിനാണ് അവര് കൊണ്ടിരുന്ന കാവ്യവൽക്കരണത്തിന്റെ എല്ലാ നയങ്ങളെയും ചേർക്കും. നിങ്ങൾ കണ്ടു, ഗവർണർ എന്ന് പറയുന്ന ആലങ്കാരിക പദ്ധതിയാണ്. RSS ഗവർണറെ മുന്നോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ പദ്ധതിയിൽ വരുത്തിയ മാറ്റം എന്താണ്? ഞങ്ങൾ പോരാട്ടത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളിൽ അവർ കൊണ്ടിരുന്ന ഇത്തരം ഉള്ളടക്കങ്ങളെ നിരാകരിച്ചുകൊണ്ട് എങ്ങനെ ഈ പദ്ധതിയെ കൈകാര്യം ചെയ്യാനാകും, കേരളത്തിന്റെ കാലത്തും കൂടി ഉയർത്തിപ്പിടിക്കാനാകും, അതാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനോട് അർത്ഥങ്ങൾക്കിടയില്ലാത്തതും വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഇത് കീഴടങ്ങുമെന്ന് കരുതി നിങ്ങൾ ഒരു തരത്തിലും ഇറങ്ങി പുറപ്പെടേണ്ടത്. പക്ഷേ നോക്കൂ ശ്രീ അനിൽകുമാർ, അവിടെ കേന്ദ്രമായ ഒരു ധാരണയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പദ്ധതിയുമായി സഹകരിച്ചു പോകുമ്പോൾ കേന്ദ്രത്തിന്റെ മാനദണ്ഡങ്ങളൊക്കെ പാലിക്കാതെ സർക്കാരിന് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമോ? അതെ, PMC പദ്ധതിയിലെ മാനദണ്ഡങ്ങളിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ അതിൽ വരുത്തുന്ന മാറ്റം അനുസരിച്ച് മറ്റു മേഖലകളിൽ അടിച്ചേൽപ്പിക്കില്ല. അപ്പോൾ ഒരു ബ്ലോക്ക് പഞ്ചായത്തിലെ 2 വിദ്യാലയങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നു. അവിടെ PMC പദ്ധതിയുടെ ഭാഗമായ പുതിയ പദ്ധതികൾക്ക് അവർ സൗകര്യം ചെയ്തു തരുന്നു. അതിന്റെ ഭാഗമായ 2 വിദ്യാലയങ്ങളിൽ ഏതൊക്കെ തരത്തിൽ കേന്ദ്രത്തിന് സിലബസോ മറ്റു കാര്യങ്ങളോ അടിച്ചേൽപ്പിക്കാനുള്ള അവകാശം തീർച്ചയായിട്ടും കൊടുക്കുന്നില്ല. അതിന്റെ പേരിൽ തടഞ്ഞു വെക്കപ്പെട്ട ഫണ്ട് കേരളത്തിന്റെ പൊതുവികസനത്തിന് ആവശ്യമാണ്. അപ്പൊ ഇവിടെ വികസനം തടസ്സപ്പെടരുത്. അതിന് തക്കവണ്ണമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇടതുപക്ഷം ഇവിടെ നിലപാട് സ്വീകരിക്കുക. അതിൽ ഒരു രഹസ്യത്തിന്റെയും കാര്യമില്ല, പരസ്യ നിലപാടാണ്. പോരാട്ടം കഴിയുമ്പോൾ തന്നെ കേരളത്തിന് മുന്നോട്ട് പോകുകൂടി വേണം. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നയത്തിന് കീഴടങ്ങാതെ ഇങ്ങനെ കൈകാര്യം ചെയ്യാം. ഇതാണ് നമ്മൾ നോക്കുന്നത്. ശരി, നന്ദി ശ്രീ കെ അനിൽകുമാർ പ്രതികരിച്ചതിന്.